പ്രിയമുള്ളവരെ നമസ്കാരം. എന്റെ ഒരു വീഡിയോയിൽ ഇതിന് മുന്നുള്ള ഒരു വീഡിയോയിൽ വഖഫ് ബില്ലിനെ കുറിച്ചും അതിനുശേഷം വരാൻ പോകുന്ന ഒരു ചർച്ച ബില്ലിന്റെ ഒരു സാധ്യതയെക്കുറിച്ചും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞ ഒരു വീഡിയോ അടക്കം വെച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒത്തിരി സഹോദരന്മാരൊന്ന് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള ഒത്തിരി കമന്റുകളൊക്കെ ആ കൂട്ടത്തിൽ വന്നിട്ടുണ്ട്. മോശപ്പെട്ട കമന്റുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇതിൽ മുൻപത്തെ ഭൂമിയെ തർക്ക ഭൂമിയെ കുറിച്ച് ഇവിടെ ആർക്കും ഞാനടക്കമുള്ള ആർക്കും എതിരഭിപ്രായമില്ല. അത് അവിടെയുള്ള 600 പരം കുടുംബങ്ങൾക്കുള്ളത് തന്നെയാണ് ആ ഭൂമി. അതിൽ ആർക്കാണ് തർക്കമുള്ളത്? അതിൽ കമന്റുകളിലൊക്കെ പറയുന്നത് മുനമ്പത്തെ കുറിച്ച് പറയുന്നത് മുനമ്പം അവിടെ താമസിക്കുന്ന 600 പരം കുടുംബങ്ങൾക്കുള്ളത് തന്നെയാണ്. അത് അവരുടെ ഭൂമിയാണ്. ഇതിൽ എനിക്ക് തോന്നുന്നില്ല കൂടുതൽ അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആരും അത് വഖഫിന്റെ സ്വത്താണെന്ന് പറഞ്ഞുകൊണ്ട് ആരും വരുന്നില്ല. ഇനി വന്നാൽ തന്നെ അതിനെ എതിർത്തുകൊണ്ട് ഒരു നിയമം പാസ്സാക്കിക്കൊണ്ട് അത് അവിടെയുള്ള ആളുകൾക്ക് കൊടുക്കാൻ, നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന 600 പരം കുടുംബങ്ങൾക്ക് കൊടുക്കാൻ എന്താണ് കാലതാമസം എന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ. ഇത് തീർക്കാനുള്ള ഒരു പ്രശ്നം അവരെന്നെ രാഷ്ട്രീയമായ മുതലെടുപ്പ് നടത്താൻ വേണ്ടിയിട്ട് അത് വൈകിക്കുന്നതാണ്. ഒരു സംശയമില്ല. അത് കേരളത്തിന്റെ മറ്റുള്ള പ്രതിപക്ഷ നേതാവ് അടക്കം പറയുന്നത് 15 മിനിറ്റ് കൊണ്ട് തീർക്കാൻ പറ്റുന്ന കോൺഗ്രസ് അധികം ചെറിയൊരു വിഷയത്തെ എന്തിനാണ് ഇത്ര വലിയ വിഷയമാക്കി കൊണ്ടുപോയി അവർക്ക് അവകാശപ്പെട്ട ഭൂമിയിൽ അവരൊരു തർക്കം നടത്തി സമരം നടത്തി അത് നേടിയെടുക്കേണ്ട അവസ്ഥയിലേക്ക് കൊണ്ടുപോയെന്നാണ് അറിയാം. അതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇപ്പോൾ അതൊരു തർക്ക ഭൂമിയായി ഇങ്ങനെ നിൽക്കുമ്പോൾ അവർക്ക് അത് അവരുടെ വസ്തു വെച്ചിട്ട് പ്രമാണം വെച്ചിട്ട് ലോൺ എടുക്കാനോ കുട്ടികളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി പൈസ കണ്ടെത്താനോ പറ്റാത്ത രീതിയിൽ ഒരു ബുദ്ധിമുട്ടുമ്പോൾ എന്തിനാണ് ഈ കാലതാമസം? അത് അവർക്കുള്ള ഭൂമിയാണെന്ന് ഇവിടെ ആർക്കും തർക്കമില്ല. പക്ഷേ എന്റെ ആ വീഡിയോയിൽ പറയുന്നത് അങ്ങനെ ഒരു നിയമം കൊണ്ട് രാജ്യത്ത് നിലനിൽക്കുന്ന നിയമവ്യവസ്ഥയെ മാറ്റിക്കൊണ്ട് ഒരു നിയമം കൊണ്ട് ഒരു വിഭാഗത്തെ അവരെ ബുദ്ധിമുട്ടിക്കുമ്പോൾ വഖഫ് ബില്ല് പാസ്സാക്കിക്കൊണ്ട് വഖഫ് സ്വത്തിനെ കൈയേറാൻ വേണ്ടി അതിൽ കൈകടത്താൻ വേണ്ടി ഗവൺമെന്റ് തരത്തിൽ ശ്രമം നടത്തുമ്പോൾ അതിനെ കൈയടിക്കുന്നതും കേക്ക് വിതരണം ചെയ്യുന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അവിടെ ഒന്നും മുനമ്പം വഖഫ് ഭൂമിയാണെന്നോ അല്ലെങ്കിൽ 600 പേർ ആളുകൾ അവിടെ നിന്ന് കുടിയിറക്കണമെന്ന് ഞാൻ എന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. നമ്മളിപ്പോഴും എനിക്കാണ് കേരളത്തിലുള്ള ഈ 100% ആളുകളും ആ മുനമ്പത്തെ ഇപ്പോൾ വിവാദമായി നിൽക്കുന്ന മുനമ്പം ഭൂമി അവിടെയുള്ള ആളുകൾക്കുള്ളത് തന്നെ വാദിക്കുന്നവർ തന്നെയാണ്. പിന്നെ എന്തുകൊണ്ട് ഈ കാലതാമസം വരുന്നുള്ളത് അവരവരുടെ സാമാന്യമായ ബുദ്ധിയിൽ ചിന്തിച്ചാൽ തന്നെ ഉത്തരം കിട്ടും. ഒരു ഗവൺമെന്റിന് 15 മിനിറ്റ് കൊണ്ട് തീർക്കാനുള്ളതെന്നും അത് VS അച്യുതാനന്ദന്റെ സമയത്ത് വെച്ച ഒരു കമ്മീഷന്റെ കണ്ടെത്തലാണ് ഈ ഭൂമി വഖഫ് സ്വത്താണെന്നുള്ള കണ്ടെത്തൽ. അവർക്ക് അതിന് സ്വാതന്ത്ര്യം ആ നിയമത്തെ കൊണ്ടുവന്ന ആ കമ്മീഷന്റെ തീരുമാനം അനുസരിച്ചാണ് ഇപ്പോൾ ഈ നിലവിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉടലെടുത്തത്. അതിന് മുന്നേ ഒരു ആരും അതിന് തർക്കം പറഞ്ഞു വന്നില്ല. ഇനി ഈ കമ്മീഷൻ വെച്ച സർക്കാരിന് അതേ ഗവൺമെന്റ് അതിന്റെ ഇടതുപക്ഷ സർക്കാരിന് നിന്നിരിക്കവേ എന്തുകൊണ്ട് അത് നീട്ടിക്കൊണ്ടു പോകുന്നു? അപ്പൊ അതിലേറെ സംസാരിച്ച വി ഡി സതീശന്റെ ആ വീഡിയോസിൽ കുറ്റം പറയുന്നുണ്ട്. ഇതൊന്നും മുനമ്പമായിട്ടൊരു ബന്ധമില്ല. വഖഫ് ബില്ലിന്റെ ഇത് നമുക്ക് മനസ്സിലാവും. ഏതൊന്നിനെ ഇപ്പൊ നാളെ ഈ ചർച്ച ബില്ല് വന്നാൽ ഇതേപോലെ നമ്മളൊക്കെ എതിർക്കും. ഓരോന്ന് നിയമങ്ങൾ കൊണ്ടുവന്ന് മറ്റൊരു ഇതുവരെ ഇന്ത്യ രാജ്യം നിലനിന്ന കാലം മുതൽ കോൺഗ്രസ് എത്രയോ വർഷം ഭരിച്ചു അന്നൊന്നും കൈകടത്താത്ത രീതിയിൽ നിയമങ്ങൾ കൊണ്ടുവന്ന് ഓരോ മതങ്ങളുടെ അവരുടെ അവകാശങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു കടന്നുകയറ്റം ആര് നടത്തിയാലും നമ്മൾ പണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്തുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യം നേടിയെടുത്തത്. അതിനുശേഷവും വീണ്ടും സ്വന്തം രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് സ്വാതന്ത്ര്യം സമരം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ഇത്തരം കടുത്ത തീരുമാനങ്ങൾക്കെതിരെയാണ് ശബ്ദങ്ങൾ വരുന്നത്. ആ വീഡിയോസും മുനമ്പം ഭൂമിയുമായിട്ട് ഒരു ബന്ധം മുനമ്പം തർക്കഭൂമി ഈ പറയുന്ന വഖഫിന്റെ അല്ല എന്നും അത് അവിടെ താമസിക്കുന്ന 600 പരം കുടുംബങ്ങൾക്കും ഉള്ളതാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാനടക്കമുള്ളവരുടെ എല്ലാവരുടെയും നിലപാട് അവർക്കതിൽ വ്യക്തത വരുത്തി അവർക്കത് കച്ചവടം ചെയ്യാനും ലോൺ എടുക്കാനും തരത്തിലേക്ക് എത്രയും പെട്ടെന്ന് അവർക്ക് സന്തോഷം നൽകുന്ന ഒരു തീരുമാനം അത് അവരുടെ സ്വത്താണെന്നും അവർക്ക് അവരുടെ എല്ലാ സ്വന്തത്തിനും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് അവരെ ആ നിയമങ്ങൾ കൊണ്ടുവന്ന് അവർക്ക് സംരക്ഷണം നൽകി അവർക്ക് സന്തോഷം നൽകുന്ന ഒരു വാർത്തയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അടക്കമുള്ള എല്ലാവരും കാത്തിരിക്കുന്നത്. അതിലൊന്നും ആർക്കും ഒരു തെറ്റിദ്ധാരണയും വേണ്ട. പക്ഷേ വഖഫ് ബില്ലിന് വന്ന ബില്ല് ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ എതിർക്കുന്ന പോലെ ഞാനടക്കമുള്ള ആളുകൾക്ക് ആ നിയമത്തോടും ആ കൊണ്ടുവന്ന രീതികളോടും എതിർപ്പുണ്ട്.